Magic morning all. Magic morning. Magic morning to all. Magic morning. Magic morning. Okay. Thank you so much to all. So എല്ലാവരും റെഡി ആണല്ലോ? Magic morning. Magic morning. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഓസ്റ്റിൻ സാറാണ് ഇന്നത്തെ സെക്ഷൻ എടുക്കുന്നത്. സാർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കന്നഡയാണ്. സോ കന്നഡ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സാറിന് ഈ സെക്ഷൻ എടുക്കാൻ വേണ്ടി ഓസ്റ്റിൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. Thank you so much. Thanks a lot. ഇന്ന് co-host ആക്കിയാലോ? സോ നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ട ടോപ്പിക് ഏതായിരുന്നു? ആരെല്ലാം ഓർക്കുന്നുണ്ടോ? മണി സാറേ, ആരെങ്കിലും? Water. കേട്ടില്ല. വാട്ടർ. ജലത്തെ കുറിച്ചാണല്ലേ പറഞ്ഞത്? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയോ വെള്ളത്തിന്റെ കേസില്? അറ്റ്ലീസ്റ്റ് നമ്മുടെ വേർഡ്സിനൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് തുടങ്ങിയോ? ഇതിനിങ്ങനെ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കണെന്ന് വെച്ചാലേ നമ്മളിങ്ങനെ കുറെ ക്ലാസ് ആയിട്ട് പോകും. ദിവ്യ എന്താ പറഞ്ഞല്ലോ? ദിവ്യ വാട്ടർ മാനിഫെസ്റ്റേഷൻ. വെരി ഗുഡ്. ഞാൻ ചെയ്യാറുണ്ട് വാട്ടർ മാനിഫെസ്റ്റേഷൻ. വെരി ഗുഡ് ദിവ്യ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒന്നും കൂടി ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ടോപ്പിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു കന്നഡ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളൊരു നല്ലൊരു കവിത കേട്ടിട്ടില്ലേ കന്നഡയെ കുറിച്ച്? ആരെങ്കിലും അറിയോ ആ കവിത? ഭംഗിയ കാഴ്ചകൾ കണ്ടുകൊടുത്തു കന്നഡകൾ വേണം. എക്സാക്ട്ലി. വേറെ ആരെങ്കിലും കുറച്ചും കൂടി ലൈൻസ് നന്നായിട്ട് പാടാൻ ആരെങ്കിലും? കവിത പാടാനൊക്കെ അവസ്ഥ നിന്നിട്ട് ആരും പാടുന്നില്ല. എനിക്ക് ആ കവിത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതില് അതിന്റെ ഒരു പ്രചോദനം കൂടി ഉൾക്കൊണ്ടാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾ എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നഡകൾ വേണം, കന്നഡകൾ വേണം. പിന്നെ കുറെ ലൈൻസ് വരുന്നുണ്ടല്ലോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ട മദ്യ കുപ്പികൾ കാണാം, പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ട മദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നഡകൾ വേണം, കന്നഡകൾ വേണം. അപ്പൊ നമുക്കൊരു മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നഡകൾ വേണം. അപ്പൊ നമ്മുടെ ഒരു കന്നഡ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കന്നഡയുടെ പ്രത്യേകതകൾ എന്താണ്? ഒന്ന്, കന്നഡ നമ്മളെ മങ്ങിയ കാഴ്ചകളുള്ളവർക്കൊക്കെ ഒരു കണ്ണട വെക്കുന്നതാണ്. നമുക്കറിയാം കൂടുതലും പേരും കുറച്ച് പ്രായമാകുമ്പോൾ, ഇപ്പോഴത്തെ പിള്ളേർ ചെറുപ്പത്തിലേ ഗ്ലാസ് ഉപയോഗിക്കും. കാരണം ക്ലിയർ വിഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ചെയ്യുന്നത്. പക്ഷെ ഈ കണ്ണട വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? അതിന്റെ കളറിന് വളരെ പ്രത്യേകതയുണ്ട്. നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ കാഴ്ച കുറച്ചും കൂടിയും ഒരു ലൈറ്റ് ആവും. അതായത് ഇപ്പോൾ സൺലൈറ്റ് ഒക്കെ കൂടുതലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കണമെങ്കിൽ തീർച്ചയായും ഒരു ചെറിയ ലൈറ്റ് ആയിരിക്കും. എന്താ പറയുക, ഒരു മങ്ങിയ പോലെ ആയിരിക്കും. ലൈക്ക് ഒരു മഴ പെയ്യാൻ നിൽക്കുന്ന ഒരു കാലാവസ്ഥ പോലെ ആയിരിക്കും. ഇനി ചില ആളുകളൊക്കെ ഫാഷനായിട്ട് കണ്ടിട്ടുണ്ട് ഒരു മഞ്ഞ കണ്ണടയൊക്കെ വെക്കുന്ന ആൾക്കാരാണ്. ഈ മഞ്ഞ കളറിലുള്ള ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ കാണുന്നത് മുഴുവൻ മഞ്ഞ കളറായിരിക്കും. അതാണ് ഒരു കണ്ണടയുടെ ഏറ്റവും വലിയൊരു മെറ്റഫർ ആയിട്ട് എനിക്ക് തോന്നിയത്. വെച്ചാല് നമ്മൾ എന്ത് കണ്ണട ധരിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ അതാണോ റിയാലിറ്റി? അല്ല. നിങ്ങളൊരു മഞ്ഞ കണ്ണട വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവന്മാര് മുഴുവനും മഞ്ഞച്ചിരിക്കുകയാണല്ലോ, എന്തെങ്ങനെ കാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ അവരാരും മഞ്ഞച്ചതല്ല, മറിച്ച് നമ്മുടെ കണ്ണട മഞ്ഞച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്കറിയാം. അപ്പൊ പലപ്പോഴും ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ പരാതി പറയുമ്പോൾ
നമ്മുടെ ചുറ്റുപാടുകൾ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കണ്ണട എത്രത്തോളം ക്ലിയർ ആണ്, ക്ലീൻ ആണ് എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു കഥ തന്നെ പറയാം. ഒരു ഭാര്യയും ഭർത്താവും ഒരു ഫ്ലാറ്റില് താമസിക്കാൻ വന്നു. അപ്പം താമസിക്കാൻ വന്ന സമയത്ത് അവര് ഫ്ലാറ്റൊക്കെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തു. പക്ഷെ ഇവര് അറിയാലോ, ഫ്ലാറ്റ് ആകുമ്പോൾ പുറമേലേക്കുള്ള ആക്സസ് ഒക്കെ കുറവാണ്. അപ്പൊ ഈ ഭാര്യ ഈ കണ്ണടയിലൂടെ അവരുടെ ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ കാണാൻ പറ്റും. ചേച്ചീനെ കാണാൻ ഇൻ ദ സെൻസ് അപ്പുറത്തെ വീട്ടിൽ അവര് തുണിയൊക്കെ വിരിച്ച് ഇടുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇവര് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കും, ഇവര് തുണി കഴുകിയിടുന്നതും ഇതൊക്കെ നോക്കും. എന്നിട്ട് ഒരു ദിവസം കുറേ പ്രാവശ്യം കണ്ടതിന് ശേഷം ഇവർക്ക് ഇങ്ങനെ ഉൾക്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഭർത്താവിനോട് പറഞ്ഞു, അടുത്ത വീട്ടിലെ വീട്ടുകാരെ എന്ത് ലേഡിയാണ് അവർ ആ വെള്ള വസ്ത്രമൊക്കെ അലക്കിയിടുന്നത് കണ്ടോ? അതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു അഴുക്ക് പിടിച്ച പോലെയാണ്. അവർക്ക് വല്ല ബ്ലൂവോ ലൈക്ക് നമ്മളെന്താ പറയാ ഉജാലയോ അങ്ങനെയൊക്കെ ഒന്നും ഒന്നും ചെയ്തൂടെ? അല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ ഒരു ഇരുണ്ട പോലെ കളറിലിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു അവരുടെ ഭർത്താവ് അത്ര അൺലക്കിയാണെന്ന് തോന്നുന്നു. കാരണം അവര് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് അതൊന്നും അതിന്റെ ഒരു ക്ലെൻലിനെസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മിക്ക ഡ്രസ്സും അഴുക്ക് പിടിച്ച് തന്നെ ഇരിക്കുന്നു. ഇത് ഇട്ടിട്ടൊക്കെ എങ്ങനെയാണ് അവര് പുറത്തു പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞു. ഭർത്താവ് അതൊന്നും ശ്രദ്ധിച്ചില്ല. രണ്ടാം ദിവസവും പറഞ്ഞു ഒരു വ്യത്യാസവും ഇല്ലാട്ടോ, അവരങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ അവരെ കാണാൻ പറ്റിയെങ്കില് ഞാനൊന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഇവര് വീണ്ടും വെറുതെ എല്ലാ ദിവസവും പുറത്തേക്ക് നോക്കുന്ന കൂട്ടത്തില് നോക്കിക്കഴിഞ്ഞപ്പോ അവരുടെ ഡ്രസ്സൊക്കെ കുറേം കൂടി തിളങ്ങിയിരിക്കുന്നു. നല്ല വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അഴുക്കൊക്കെ മാറിയിരിക്കുന്നു. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞോളൂ. അപ്പോഴേക്കും ഭർത്താവെങ്ങാനും അവരുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ അവരെങ്ങാനും നന്നായോ എന്നൊക്കെ ചോദിച്ചു. അന്ന് വൈകുന്നേരം ഭർത്താവ് വരാൻ വേണ്ടി കാത്തിരുന്നു. വന്ന വഴി ഈ ലേഡി ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, എടോ ഞാൻ നിങ്ങളോട് പറയാറില്ല അടുത്ത വീട്ടിലെ അവരുടെ കാര്യം. അപ്പൊ അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ഡ്രസ്സൊക്കെ ഭയങ്കര തിളക്കമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ. അവരെനിക്ക് തോന്നുന്നു വാഷിംഗ് മെത്തേഡ് മാറ്റിയില്ലെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ കളഞ്ഞു. ഇനി പുതിയ വീട്ടുകാർ വന്നു എന്ന് പോലെ എനിക്ക് അറിഞ്ഞോളൂ, കാരണം അത്രയും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എടി മാറിയത് അവരുടെ ഡ്രസ്സല്ല, ഞാൻ ഞായറാഴ്ച നമ്മുടെ വീടിന്റെ ജനല അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു, ഞാനത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. നമ്മുടെ വീടിന്റെ ചില്ല് ജനാലകൾ ഞാൻ നല്ല വെള്ളവും ഇതൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. നീ പുറത്തു പോയ സമയത്ത് ഞാൻ ചെയ്തു. മാറിയത് അവരുടെ ഡ്രസ്സല്ല, നമ്മുടെ കണ്ണടയാണ്, നമ്മുടെ വിൻഡോ ആണ്. ഇതൊരു ഒരു ഒരു വലിയ റിയാലിറ്റിയാണ്. കാരണം നമ്മുടെ ഒരു പരിമിതമായ ചിന്തകളിൽ നിന്ന് മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ നമുക്കൊരിക്കലും അത് മനസ്സിലാവുന്നില്ല. നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കാണുന്നത്, അതല്ലാതെ അവരുടെ പ്രശ്നമല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് എന്താ പറയാ, നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഒരു പോയിന്റ്, നമ്മുടെ കണ്ണടകളെ ഒന്ന് ചെക്ക് ചെയ്യണം. സോ ഹൗ ഈസ് മൈ സ്പെക്സ്? ഏതൊരു പ്രതലത്തിലൂടെയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ കാണുന്നത്? അല്ലെങ്കിൽ എന്റെ കണ്ണിന്റെ കണ്ണട വെക്കാത്തവരാണെങ്കിൽ എന്റെ കണ്ണിന്റെ ലെൻസിന് തിമിരം ബാധിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ മഞ്ഞ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാം. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും എല്ലാം മഞ്ഞ കളറാന്ന് പറയും. അപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെയാണ്. കാരണം ആളുകള് എന്താ പറയാ, അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അനുസരിച്ചാണ് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അവര് എടുക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു വീട്, ഞാനിപ്പോ ഏറ്റവും പെട്ടെന്ന് വന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു അതുല്യ കലാകാരൻ. ഒരുപാട് സിനിമകള് അഭിനയിക്കുകയും എനിക്ക് തോന്നുന്നു ഒരു വർഷം പുള്ളി 7 തിരക്കഥ വരെ എഴുതി, 7 or 10 തിരക്കഥ എഴുതിയിട്ടുണ്ട്. 10 സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം സിനിമകൾ ഹിറ്റായിരുന്നു. അത്രയും കഴിവുള്ളൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം തന്നെ പറയുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് വെച്ചാൽ അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കും. അതിലുപരി ഏറ്റവും വലിയൊരു എന്താ പറയുക, പുകവലി
നന്നായിട്ട് പുകവലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ്. ഇങ്ങനെ പിടിച്ചൊക്കെ നടക്കണം. കാര്യം മോഹൻലാലും അദ്ദേഹമൊക്കെ സെയിം ഏജ് ആണ്. പക്ഷെ മോഹൻലാൽ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ടൊക്കെ നടക്കുമല്ലേ. മമ്മൂട്ടി അദ്ദേഹത്താലും പ്രായം കൂടിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാല് സാധിക്കുമെങ്കിൽ ആരും പുകവലിക്കരുത്. കാരണം ഇപ്പോഴും എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആണ്. ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ ഇപ്പോഴും വലിക്കും. എന്റെ കയ്യിൽ ആരെങ്കിലും സിഗരറ്റ് കൊണ്ട് തന്ന വലിക്കും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരും ഇതിൽ ചെന്ന് പെടല്ലേ എന്നാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ 2 മക്കൾ, ഒരാൾ വിനീത് ശ്രീനിവാസനും ഒരാൾ ധ്യാൻ ശ്രീനിവാസനും. വിനീത് ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, പുകവലിച്ചിട്ടുമില്ല. കാരണം അച്ഛന്റെ സാഹചര്യങ്ങൾ കണ്ടാണ് അവൻ വളർന്നത്. അതിനുവേണ്ടി ധ്യാൻ ശ്രീനിവാസൻ എന്തായിരുന്നു, ഇപ്പോ അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് +2 അല്ലെങ്കിൽ 10th ഒക്കെ പഠിക്കുമ്പോൾ മുതൽ മദ്യക്കുപ്പിയും ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളി ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കാണ്. നമുക്കിപ്പോ അത് ഒരാളെ കുറ്റം പറയണ്ടാവില്ല. പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ പറയാന്നാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഉടായ്പ പരിപാടികളും പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ആലോചിക്കൂ, ഒരേ സാഹചര്യം, ഒരേ സിറ്റുവേഷൻ, അവരുടെ അച്ഛൻ മദ്യപിക്കും, വലിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരേ സാഹചര്യത്തിൽ വരുന്ന 2 കുട്ടികൾ, ഒരാള് വളരെ ഡീസെന്റ് ആയിട്ടും എന്നുവെച്ചാൽ മദ്യം പോലും തൊടില്ല, വലിക്കില്ല, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിലും പെടാതിരിക്കും. ഒരാൾ നേരെ ഓപ്പോസിറ്റ് സ്വഭാവത്തിലേക്ക് മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരേ സിറ്റുവേഷൻസ് എങ്ങനെയാണ് ആ ചലഞ്ചിന് എടുക്കുന്നത്? നമുക്കറിയാലോ, നോർമലി നമ്മൾ പല കഥകളും കേൾക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഒരു പയ്യൻ മദ്യപാനായി. എന്തുകൊണ്ട് നീ മദ്യപാനിയായി? എന്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് അത് കണ്ടാണ് ഞാൻ വളർന്നത്, അതുകൊണ്ട് ഞാൻ മദ്യപാനിയായി. അതേ മകൻ മദ്യപാനല്ലാതെ ചോദിക്കുമ്പോൾ എന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു, അതിന്റെ എല്ലാ തിക്തഫലം ഞാൻ അനുഭവിച്ച് വളർന്നത്. എന്റെ അച്ഛൻ എന്നെ അടിക്കുമായിരുന്നു, തല്ലുമായിരുന്നു. അപ്പൊ ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല എന്നുള്ള ചിന്തയിലാണ് വന്നത്. ഇവിടെയാണ് ആ ഒരു കണ്ണടകളുടെ വ്യത്യാസം. ഏത് ആംഗിളില് നമ്മൾ അത് കാണുന്നു എന്നുള്ളത് വളരെ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് 10% എഫക്റ്റ് ഉള്ളൂ. 90% നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയ ഒരു തിരിച്ചറിവാണ്. നമുക്കറിയാം 2008 വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഓൾ ഓവർ വേൾഡ് നടന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അമേരിക്കനെയാണ്. 2008 ഏറ്റവും കൂടുതൽ വലിയൊരു ഫിനാൻഷ്യൽ കാര്യം. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം ആ സമയത്ത് ഞാൻ വിദേശത്തുണ്ട്. ഗൾഫിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന വർഷം 2008 ആണ്. അപ്പൊ ഞാനൊക്കെ ഒരു 1 year കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കമ്പനി, ഗൾഫിലുള്ള ദുബായിലെ കമ്പനിയെ ബാധിച്ചു. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് ഈസി ആയിട്ട് 3 മാസം ലീവ് കിട്ടി. കാര്യം അതുവരെ 1 മാസം പോലും ലീവ് തരില്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഞാൻ പോരുന്നതിന്റെ തലേ ദിവസം വീണ്ടും ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ 3 months എടുത്തോന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, സാറേ ഞാൻ അങ്ങോട്ട് വരണം, കാരണം കയ്യിലുള്ള കാശൊക്കെ തീർന്നു 3 മാസം കൊണ്ട്. അപ്പൊ വരാന്ന് പറഞ്ഞപ്പോ എന്റെ മാനേജർ എന്നോട് പറഞ്ഞു, ഓസ്റ്റിൻ നീ ഇപ്പൊ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു 1 month or 2 months ഒക്കെ കൂടി ലീവ് എടുത്തോ, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ 2008 ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ട്, അത്രയും വലിയ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഒരുപാട് കമ്പനികൾ തകർന്നു. പക്ഷെ അതേ സമയത്താണ് നമ്മൾ Airbnb എന്ന് പറഞ്ഞ സ്ഥാപനവും വാട്സപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു. ഇന്ന് ഏറ്റവും $1 billion ബിസിനസ് നടക്കുന്ന വാട്സപ്പും Airbnb ഒക്കെ തുടങ്ങിയത് 2008 അപ്പം അതുപോലെ തന്നെ 2020 കൊറോണ വന്ന സമയത്ത് ഒത്തിരി കമ്പനികളുടെ സ്റ്റോക്കിലൊക്കെ വളരെ നഷ്ടം വന്നു. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സൂമിന്റെ ബില്യനെയർ പട്ടികയിലേക്ക് സൂമിന്റെ ഓണർ ഉയർന്നത് കൊറോണ കൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഏതൊരു സിറ്റുവേഷനും എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളത് വലിയൊരു കാരണമാണ്. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻസ് ബാഡ് ആയിരിക്കാം, അതിനെ മറ്റുള്ളവർ കാണുന്ന ലൈൻസും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നെഗറ്റീവ് ഇൻസിഡൻസിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കൊറോണ വന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഞാനൊരു ട്രെയിനറായത്. ആ സമയത്ത് സാലറി അങ്ങനെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം കിട്ടിയതും ജീവിതത്തിൽ ഒരു ട്രെയിനർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ജനിക്കുന്നത് കൊറോണ സമയമാണ്. സോ കൊറോണ മെയ്ഡ് മീ ആസ് എ ട്രെയിനർ. ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതിന്റെ കാരണം എന്താണ്? കൊറോണയാണ്. കൊറോണ ഇല്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയിൽ ഇൻവോൾവ് ആയി അതങ്ങനെ പോയേനെ. എനിക്കിങ്ങനെ ഒരു ട്രെയിനറാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ടാവില്ലായിരുന്നു. കൊറോണ വന്നുകൊണ്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇത്ര ആക്റ്റീവായി. അതുകൊണ്ടാണ് സ്റ്റിൽ
ഐ ആം ടോക്കിംഗ് ടു യു. അല്ലെങ്കിൽ നിങ്ങൾ കൊറോണ വന്നില്ലെങ്കിൽ ആലോചിക്കും, സൂമിനെ കുറിച്ചൊക്കെ, സൂമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നോക്കാം, എന്നല്ലാതെ അതിന് ഇത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താൻ, ഈ ഓൺലൈൻ മീറ്റിംഗ്സും ഓൺലൈൻ ട്രെയിനിങ്സും ഒക്കെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനായിട്ട് കാരണമായത് കൊറോണ മാത്രമാണ്. കാരണം അതുവരെ ആളുകൾ ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് എഫക്റ്റീവ് അല്ല, അതിന് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എത്രയോ തൊഴിലവസരങ്ങളാണ് ഓൺലൈൻ ട്രെയിനിങ്. ഇപ്പൊ എത്രയോ പേര് ഓൺലൈൻ ട്രെയിനിങ് എടുത്ത് ട്യൂഷൻ എടുത്ത് ജീവിക്കുന്നു. നമുക്കറിയാം സൈലം പോലുള്ള ബ്രാൻഡ്, ബൈജൂസ് വന്നു പൊട്ടി എങ്കിൽ പോലും ബൈജൂസ് ഒക്കെ എത്രയോ ലെവലിൽ വളർന്നു ഈ ഒരു കാര്യം കൊണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നുള്ളതാണ്. ഞാനിപ്പോ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര പേര് അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യണം പ്ലീസ്. ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്, അത് നിങ്ങൾക്ക് എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റി? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു, അതിനെ നിങ്ങൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു, ഒരു പോസിറ്റീവ്, ഒരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ സിറ്റുവേഷൻസോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ ക്യാൻ യു എനിവൺ ഷെയർ വിത്ത് us? മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാള്? മോർണിംഗ്. സുബ്രഹ്മണ്യൻ സർ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ കരിയർ ബ്രേക്ക് ചെയ്യാൻ കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. ഞാൻ മെർച്ചന്റ് ഷിപ്പിംഗിൽ സെക്കൻഡ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ 50+ TMT ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പോസിറ്റീവായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടെ എൻ്റെ കരിയർ സ്റ്റോപ്പായി, എൻ്റെ ജീവിതം വളരെ ഒരു എന്താ പറയുക നാരോ ആയി എന്നുള്ള ഒരു ഇതായി. പിന്നീട് അവർ പറഞ്ഞു TMT പോസിറ്റീവിലായിട്ടുള്ള സാരമില്ല, നമുക്ക് അതിനുള്ള വിതൗട്ട് സർജറി തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞ് ഞാനിവിടെ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ സാറെ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 10 years ആയി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഈ കൊറോണയുടെ സമയത്ത് സാർ പറഞ്ഞ മാതിരി ഇനി എന്ത് ചെയ്യും? അപ്പം എൻ്റെ ബ്രദർ ISO 9000 ഓഡിറ്ററാണ്. അപ്പം അയാള് ഈസ് ബേസ്ഡ് ഇൻ തൃശ്ശൂർ. അയാൾ എനിക്ക് ചെറിയ ചെറിയ ഹോംവർക്ക് ഒക്കെ തരുമായിരുന്നു. പിന്നെ ഇവിടെ കോഴിക്കോട് തന്നെ മെഡിഫാർമ എന്ന് പറയുന്ന കമ്പനിയിൽ അതിന് ഓഡിറ്റിങ് വരുമ്പോൾ ഞാൻ അവനെ സഹായിക്കാറുണ്ട്. അങ്ങനെ പിടിച്ചു കയറി ലാസ്റ്റ് 1 year ആയിട്ട് ഞാനിപ്പം കോഴിക്കോട് ഒരു മാരിടൈം കോളേജിൽ ട്രെയിനിങ് ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കുറെ പേഷ്യൻസ് വേണം സർ. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സുബ്രഹ്മണ്യൻ സാർ. ഒരു ഡിഫിക്കൽട്ടീസിനെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി എന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും ഒരു ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പറയാം. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 13 വർഷമായി. എന്റെ അച്ഛന് ഒരു പൂജാരിയായിരുന്നു. കാലിന്റെ ഒടിയിൽ ഒരു മുഴ വന്ന്, ആര് പറഞ്ഞാലും കേൾക്കില്ല. അച്ഛന് സൂചി അടിക്കുന്ന പേടിയാണ്. അങ്ങനെ അച്ഛനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഈ മുഴയൊന്ന് കുത്തിയെടുത്ത് നമുക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിശോധിച്ച സമയത്ത് അത് പോസിറ്റീവായി. അത് ക്യാൻസർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ് ഇങ്ങനെ ക്യാൻസർ ആന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലാരോടും പറയാനും വയ്യ. ഈ കുത്തിയെടുത്തതിന് ശേഷം ശരീരം മൊത്തം അത് സ്പ്രെഡായി. എന്നിട്ട് ഞാനത് വീട്ടിലെങ്ങനെ പറയും? അപ്പൊ ഞാൻ ഇതറിഞ്ഞിട്ട് അച്ഛനറിഞ്ഞിട്ടില്ല. ഡോക്ടർ എന്നോടാ പറഞ്ഞ് ഒരു 6 മാസം ജീവിച്ചിരിക്കുള്ളൂ പറഞ്ഞേ. സാറിനോട് പറയും ഈ 6 മാസം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയാണെന്നുള്ളത്. പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആകെ തളരും. ഈ 6 മാസം ഞാനത് എൻ്റെ മനസ്സിൽ കൊണ്ടടന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വാവിട്ട് കരയായിരുന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് വേറെ ഒരാൾ പോലും അറിയാതെ 6 മാസം ഞാനത് കൊണ്ടടന്ന്. 6ാമത്തെ മാസം എൻ്റെ അച്ഛൻ ഡോക്ടർ പറഞ്ഞ അതേ സമയത്ത് അച്ഛൻ മരിച്ചു എന്നുള്ളതാണ്. കാരണം അത് വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ. അങ്ങനെ ഒരു ഇതിന്റെ ജീവിതത്തിൽ ഉണ്ടായി സാറേ. ഓക്കെ സിന്ധു, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു ജീവിതത്തില് ഒരു പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഞാൻ? നമ്മളൊരു കാര്യം ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രതിസന്ധി വന്നു,
എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് വൈ മീ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് വാട്ട് ക്യാൻ ഐ ഡു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രതിസന്ധി ഞാൻ പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു മൈ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ കൃത്യമായിട്ട് എനിക്ക് സാലറി തരാതെ, കാര്യം അയാളൊരു വെരി ബാഡ് ബോസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പലപ്പോഴും പുള്ളി എന്നോട് എപ്പോഴും പറയാറുള്ള കാര്യം വെച്ചാൽ ഐ ഡോണ്ട് കെയർ യു പീപ്പിൾ, ഐ കെയർ ഓൺലി മൈ ബിസിനസ് എന്ന് പറയാറ്. അങ്ങനെയുള്ള ഒരാള് ഒരു പരിധി, എനിക്ക് ഞാൻ പറഞ്ഞില്ല 3 കുട്ടികളൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇവര് എനിക്ക് സാലറി തരാതെ ആവുന്നു, എന്റെ ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ, ഞാൻ എവിടെ ഇത്രയും നല്ല ജോലി ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക്. പക്ഷെ ആ ഒരു പ്രശ്നമാണ് എന്നെ അവിടെ ഒരു റെസിഗ്നേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാനും, ആ റെസിഗ്നേഷൻ എന്നുള്ള ഓപ്ഷനാണ് എന്നെ ഇറാം പോലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് എനിക്ക് വഴി തുറന്നത്. ഇല്ലെങ്കിൽ അവിടെ കുഴപ്പമില്ലെങ്കിൽ ഞാൻ അവിടെ ഒരു സാധാരണ എംപ്ലോയി ആയിട്ട് ഇയാളുടെ ആട്ടും തൂപ്പൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ മുന്നോട്ട് പോകായിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ആ കമ്പനി ഇപ്പൊ പൂട്ടിപ്പോയി. അപ്പൊ അതൊരു പൂട്ടുന്ന ഒരു കമ്പനി, ആ പൂട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനും ഞാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ അതിനെ കാണേണ്ട ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡിൽ ചെയ്യണം. എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ ഫേസ്ബുക്കിന്റെ ഓണർ ആയിട്ടുള്ള സുക്കംബർഗിന്റെ ഒരു സ്പീച്ച് കണ്ടു. സുക്കംബർഗ് പറഞ്ഞൊരു കാര്യം വെച്ചാല്, ഫേസ്ബുക്ക് വാസ് നോട്ട് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഫേസ്ബുക്ക് എന്റെ ആദ്യത്തെ ഒരു സംരംഭം അല്ല. ഞാൻ അതിക്ക് മുമ്പ് വേറെ എന്തൊക്കെയോ പറഞ്ഞു പുള്ളിക്കാരൻ, അന്ന് നമുക്ക് അറിയില്ല അതിനെ കുറിച്ച്. അദ്ദേഹം ഇന്ന പ്രോജക്ട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് വാസ് എ ഫെയിലിയർ. ബട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ റെഫർ ചെയ്ത മറ്റൊരു എക്സാമ്പിൾ ആണ് ജെ.കെ. റൗളിംഗ്. നമുക്കറിയാം, ഹാരി പോട്ടർ എന്ന് പറഞ്ഞ നോവലിലൂടെ ലോകം മുഴുവൻ കീഴടക്കിയ ജെ.കെ. റൗളിംഗിന്റെ ആ ഫസ്റ്റ് അത്രയും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും കുട്ടികൾ വായിച്ച ഫസ്റ്റ് ബുക്ക് 12 പബ്ലിഷേഴ്സ് ആണ് റിജക്ട് ചെയ്തത്. അവര് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ബ്ലൂംസ്ബറി എന്ന് പറയുന്ന ഒരു പ്രസാധകർ അത് പ്രസിദ്ധീകരിക്കാൻ തന്നെ കാരണം അദ്ദേഹം അതിന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വീട്ടിൽ കൊണ്ടുപോവുകയും മേശയിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ട് അത് അവരുടെ മകൾ എടുത്ത് വായിക്കാനായിട്ട് ഇടയായി. അപ്പൊ മകള് ചോദിച്ചു, ഇതിന്റെ സെക്കൻഡ് എന്താ പറയാ ചാപ്റ്റർ എവിടെ എന്ന് ചോദിച്ചപ്പോ ആ ഒരു ക്യൂരിയോസിറ്റി തോന്നി ഇദ്ദേഹത്തിന്. എന്തെങ്കിലും ആവട്ടെ, വെറുതെ ഒരു ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് 1000 ബുക്സ് ആണ് ആകെ പ്രിന്റ് ചെയ്തത്. നിങ്ങൾ വിശ്വസിക്കില്ല, ഈ പറഞ്ഞ ഹാരി പോട്ടറിന്റെ ഫസ്റ്റ് വോളിയത്തിന്റെ 1000 ബുക്സ് പ്രിന്റ് ചെയ്തു. നോക്കാം, ലെറ്റ് us give a try. അതിൽ 500 ബുക്സ് പുള്ളി ഓൾറെഡി നമ്മുടെ എന്താ പറയാ സ്കൂളിലെ പല വായനശാലകളുമായിട്ട്, സ്കൂളിലെ ഗ്രന്ഥശാലകളുമായിട്ട് കരാറുണ്ടാക്കി. കാര്യം ഈ ബുക്ക് എങ്ങനെയും വിറ്റ് പോകണം, കാശ് നഷ്ടം വരാൻ പോലെ. പിന്നെയുള്ള 500 ബുക്കാണ് പബ്ലിക്കിലേക്ക് പോയത്. പക്ഷെ പിന്നീട് നടന്ന് നമുക്കറിയാം, ഒരു വലിയ ചരിത്രമായിരുന്നു. ഇന്ന് ആ ഫസ്റ്റ് 1000 കോപ്പീസ് കിട്ടണമെങ്കിൽ അന്ന് അവർക്ക് കൊടുത്ത അഡ്വാൻസ്, അതായത് അന്ന് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തത് ബ്ലൂംസ്ബറി 1 ലക്ഷം ഇന്ത്യൻ റുപ്പി വരുമ്പോൾ 1 ലക്ഷം റുപ്പിയാണ് അന്ന് കൊടുത്തത്. ഇന്ന് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും യു വിൽ നോട്ട് ഗെറ്റ് എ കോപ്പി ഓഫ് ഫസ്റ്റ് 1000 കോപ്പി. അത് ലേലത്തിലാണ് പോകുന്നത് പലപ്പോഴും. അത്രയും വാല്യൂ ഉള്ള ഒരു ബുക്കായിട്ട് അത് മാറി. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മുടെ ഒരു പ്രതിസന്ധികളെ, അപ്പൊ ഒരു പബ്ലിഷർ റിജക്ട് ചെയ്തു, 2 പബ്ലിഷർ റിജക്ട് ചെയ്തു, അവര് തിരിഞ്ഞോടാൻ തയ്യാറല്ലായിരുന്നു. ഷീ വാസ് കീപ്പ് ഓൺ ട്രൈങ്. അപ്പൊ നമ്മുടെ ആ ഒരു റിജക്ഷനെ എങ്ങനെ കാണുന്നു? കാര്യം അത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇനഫ് ഫണ്ട് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ കഥ അറിയാവുന്നതാണ്. അവരൊരു സിംഗിൾ മദർ ആയിരുന്നു. അവർക്ക് വീട്ടില് തണുപ്പ് മാറ്റാൻ കത്തിക്കാനുള്ള വിറക് മേടിക്കാനുള്ള കാശ് പോലും ഇല്ലാത്തൊരു ഒരാളായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ പബ്ലിഷേഴ്സ് റിജക്ട് ചെയ്യുമ്പോഴും അവരുടെ വരുമാന മാർഗം നിന്ന് പോവുമായിരുന്നു. പക്ഷെ അവര് തോൽക്കാൻ തയ്യാറായില്ല, വേറെ അത് നിർത്തിയിട്ട് അടുത്ത പണിക്ക് പോകാൻ തയ്യാറായില്ല. ഷീ വാസ് കീപ്പ് ഓൺ ട്രൈങ് ആൻഡ് ഫൈനലി എന്താ പറയുക, ഒരു ബുക്ക് എഴുതി ബില്യണയർ ആവുന്ന ആദ്യത്തെ വനിത അവരായിരുന്നു. ഒരു ബുക്ക് എഴുതി ബില്യണയർ ആവുന്ന ലോകത്തിലെ ആദ്യത്തെ വനിത ജെ.കെ. റൗളിംഗ് ആയിരുന്നു. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ഒരു കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒബ്സ്റ്റക്കിൾ ആണോ ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് മുമ്പ് നിങ്ങളോട് പറഞ്ഞൊരു, നിങ്ങൾ ഓർക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയാം. ഇപ്പൊ
ലോകത്തെ ഏറ്റവും വലിയ ടാക്സി ആയിട്ടുള്ള ഊബർ, ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഊബർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ഊബറിന്റെ സ്റ്റോറി അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ അങ്ങനെ പറയാതെ ഊബർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്, ആ തോട്ട് എങ്ങനെ വന്നെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യല്ലേ? എവിടെ ആരെങ്കിലും ഒരു യെസ് ഓ നോ ഒക്കെ ടൈപ്പ് ചെയ്യും. നിങ്ങൾ അവിടെ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. അറിയില്ല. ഓക്കെ, നോ. ഓക്കെ, വേറെ ആരെങ്കിലും? ഞാൻ ആകെ മണിസാറിനെ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഉണ്ടോ? നോ. ഓക്കെ, ഷീജ, താങ്ക് യു. ഊബർ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഊബറിന്റെ സിഇഒ ഒരു അമേരിക്കയിലൂടെ ഒരു യാത്ര പോവാണ് ഒരു ടാക്സി ഡ്രൈവറുമായിട്ട്. അപ്പൊ ഒരുപാട് ദൂരം, എന്താ പറയുക, വിജനമായ സ്ഥലത്തോടെ യാത്രയുണ്ട്. അമേരിക്ക ഒരു ഭൂഖണ്ഡം പോലെയാണല്ലോ, അത്രയും വലുതാണല്ലോ. അപ്പൊ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ, ഒരു പ്രത്യേക സ്ഥലത്ത് എത്താറായി കഴിഞ്ഞപ്പോഴേക്കും ടാക്സി ഡ്രൈവറും ഇതിന്റെ സിഇഒയും, അന്ന് സിഇഒ അല്ല, പുള്ളി വേറെ തമിഴില് ജോലി ചെയ്യാം, തമ്മിൽ വാക്ക് തർക്കമായി എന്തിനെയോ കുറിച്ച്. അവസാനം എന്തായി, ഇയാളൊരു ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹം വണ്ടി സ്റ്റോപ്പ് ചെയ്തു, ഈ മനുഷ്യനെ പിടിച്ച് കഴുത്തിനുത്തി പിടിച്ച് പുറത്തെടുത്തു, ഇടിച്ച് നന്നായിട്ട് മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പുള്ളി കാറ് കൊണ്ടുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ആ സിറ്റുവേഷൻ എത്ര എംബാരസിങ് ആയിരിക്കും. കാര്യം പുള്ളി ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ ടാക്സി വിളിച്ച്, കയ്യിലെ കാശും കൊടുത്ത് ടാക്സി വിളിക്കുന്നു, വഴിയിൽ ഇടി കൊണ്ടിറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ. ഇറ്റ് വാസ് എ ബാഡ് ഇവന്റ് ഫോർ എവരി വൺസ് ലൈഫ്. അത് വിജനമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഇസ് ഓൾസോ അഗെയിൻ വെരി ബാഡ്. പക്ഷെ അവിടെ കിടന്നിട്ട് അദ്ദേഹം ഇയാളെ എങ്ങനെ കേസിൽ കൊടുക്കാം, ഇദ്ദേഹത്തിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് ഒരു വലിയ നിയമ പോരാട്ടം നടത്തി ഇദ്ദേഹത്തെ ജയിലിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ല പുള്ളി ശ്രമിച്ചത്. പുള്ളി ചെയ്തിട്ടുണ്ടാവും, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഹി വാസ് തിങ്കിങ് ഓൺ ദാറ്റ് റോഡ്, ലൈക്ക് ഞാൻ എന്നെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കയിൽ എത്ര പേര് ഇതുപോലെ അരഗന്റ് ആയിട്ടുള്ള മോശം ഡ്രൈവേഴ്സിന്റെ പെരുമാറ്റത്തിന് ഇരയായിട്ടുണ്ടാവും. കയ്യിലെ കാശ് കൊടുത്തിട്ട് തോന്നിയ പൈസ ചോദിച്ചു വാങ്ങുക, അങ്ങനെ ഉണ്ടാവണം എത്രയോ ആളുകൾ ഉണ്ടാവും. ക്യാൻ ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ ദിസ്? ആ ഒരു സൊല്യൂഷനുള്ള തിങ്കിങ്ങിൽ നിന്നാണ് ഊബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓൺലൈൻ ടാക്സി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ടാക്സി കമ്പനി വിത്തൗട്ട് ഓണിങ് എ സിംഗിൾ കാർ ഫോർ എ ടാക്സി. സ്വന്തമായി ഒരു കാറ് പോലും ടാക്സി ആയിട്ടില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ ടാക്സി കമ്പനിയാണ്. കാരണം അവർക്ക് വേണ്ടി ഓടുന്നതെല്ലാം ആളുകളുടെ. ഇത്ര മഹത്തായ ആശയം. അതിന്റെ ഒരു കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ബാക്കിയെല്ലാം. സ്വിഗ്ഗി, സൊമാറ്റോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നത് ഇതിന്റെ ബേസ് കോൺസെപ്റ്റ് വാസ് ഊബർ. ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ടാക്സി എന്നുള്ളതിന് ഫുഡിലേക്ക് വന്നു, അതല്ലെങ്കിൽ ഐറ്റംസ് ഡെലിവറി വന്നു, ഇ കാർട്ട് പോലുള്ളത്, ആമസോൺ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് സെയിം ലൈക്ക് ഊബർ സ്ട്രാറ്റജി. ലൈക്ക് അതിനകത്തേക്ക് ആൾക്കാരെ എൻറോൾ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. അപ്പം ദ കോൺസെപ്റ്റ് ഗോട്ട് ആൻ ഐഡിയ ഫ്രം എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് ഒരു ക്രിയേറ്റീവായിട്ട് ഐഡിയ കിട്ടുന്നുണ്ടോ, അത് നമ്മൾ ആ ഒരു സാഹചര്യത്തോടത്ത് വിലപിച്ച് കരഞ്ഞു വിഷമിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ രീതിയിൽ ചിന്തിക്കുന്നതാണ്. നമുക്കൊരു പ്രതിസന്ധി വരുമോ, ഇതിന്റെ പിറകിലെ നന്മ എന്താണെന്ന് ചോദിക്കാതെ എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ മാറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നു? എന്തുകൊണ്ട് ചിലർ മാത്രം പ്രതിസന്ധികളിൽ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ചിലര് എല്ലാം പ്രതിസന്ധികളായിട്ട് കാണുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു ഓപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാള് എല്ലാത്തിലും അവസരം കാണുമ്പോൾ മറ്റേയാള് എല്ലാ അവസരങ്ങളിലും പ്രതിസന്ധി കാണുന്നതാണ്. നമ്മൾ എന്ത് ക്രിയേറ്റീവ് ഐഡിയ പറഞ്ഞാലും പറയും, ഓ ഇല്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിൽ ആവും, ഇത് ചെയ്ത് ഇവിടെ ഫെയിൽ ആവും, നമ്മുടെ കയ്യിലെ പൈസ പോകും. ഒന്നും ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചെറുപ്പകാലത്തെ നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലെൻസ് ഡേർട്ട് ആയിരിക്കുകയാണ്. നെഗറ്റിവിറ്റിയും ഗ്രഡ്ജസും എല്ലാം വെച്ചിട്ട് നമ്മുടെ ലെൻസ് ഡേർട്ടായി. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പാസ്റ്റ് ഫെയിലിയേഴ്സ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പല തോൽവികൾക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഷെയ്ഡ് ഇങ്ങനെ ഇടാൻ പറ്റി. നമ്മൾ ചിലപ്പോൾ പരീക്ഷിച്ചത് പലതും തോറ്റിട്ടുണ്ടാവും. അപ്പൊ എന്താ പറ്റുക?
ഓ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് പരിപാടി. അപ്പൊ നമ്മുടെ പഴയ ഫെയിലിയേഴ്സ്, നമ്മുടെ പഴയ പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ലെൻസിനെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കാൻ തുടങ്ങി. ഈ ഡാർക്ക്നെസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയും കാണുന്നത്. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോയി ഫെയിൽ ആയ ഒരാള് അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്താ പറയാ, ഓ ഈ ഇന്റർവ്യൂ എന്തായാലും കിട്ടില്ല, കാരണം കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ തോറ്റില്ലോ. ഒരു ബിസിനസ് ചെയ്ത ഒരാള് ഫെയിൽ ആയ ഒരാൾ അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പറയും, ഓ എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. ഒരു ഒരു ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സാലറി ഇൻക്രിമെന്റിന് വേണ്ടി ചോദിച്ചിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അതോടെ ആ ചോദ്യം നിർത്തും. ഓ അന്ന് ചോദിച്ചിട്ട് അയാൾ തന്നില്ല, അപ്പൊ ഇനിയും കിട്ടാൻ സാധ്യതയില്ല, ഈ കമ്പനി തന്നെ മാറിയേക്കാം. നമ്മൾ അങ്ങനെ ഒരു ലെൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം നമ്മുടെ ഒരു സംഭവം മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മുടെ ലെൻസിനെ ക്ലീൻ ചെയ്യാന്നുള്ള. എങ്ങനെ നമുക്ക് ഒരു ലെൻസിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മൾക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കുക, ഈസ് ഇറ്റ് റൈറ്റ് തോട്ട് ഓർ റോങ് തോട്ട്? ഇതെന്റെ ശരിയായ തോട്ടാണോ അതോ നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു നെഗറ്റീവ് ചിന്ത കാണുന്നത്? എനിക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റാത്തത്? രണ്ടാമത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ മാക്സിമം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ബി മാജിക്കിലെ ഒരു വൺ ഓഫ് ദ ഹാബിറ്റ് ഓർ റുട്ടീൻ എന്ന് പറയുന്നത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടാവണമെങ്കിൽ, യു ജസ്റ്റ് ലേൺ ദാറ്റ് ഓക്കെ ദിസ് ഇസ് മൈ ലെസൺ, നോട്ട് ഒരു പണിഷ്മെന്റ് അല്ല, ഇതൊരു ലെസൺ ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡിഫറൻസ് ആവും. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു മുതലാളിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ തരാനുണ്ട്, 2 ലക്ഷത്തിലധികം രൂപ തരാനുണ്ട് എനിക്ക് സാലറി ആയിട്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു സങ്കടമോ വിഷമോ തോന്നിട്ടില്ല. കാര്യം അദ്ദേഹം, ഞാൻ പറഞ്ഞ ഒരു ഐ ഡോണ്ട് കെയർ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി എന്നെ വളർത്തിയെങ്കിലും കറക്റ്റ് ആ ഒരു 3 to 4 years എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രെമൻഡസ്. ലൈക്ക് എന്താ പറയാ, മാക്സിമം എങ്ങനെയാണ് എന്നെ ഒരാളെ ഫോം ചെയ്യാൻ പറ്റുക, വളരെ ഒരു തൊട്ടാവാടിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെ വേറെ രീതിയിൽ കാണുന്ന ഒരാളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പഠിപ്പിച്ചെന്നൊരു മനുഷ്യനാണ്. അപ്പൊ അതോടത്തോടെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. കാര്യം വളരെ തൊട്ടാവാടിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാള് വീട്ടില്, ഞാൻ പറഞ്ഞല്ലോ എന്റെ പാരന്റിങ്ങിൽ എപ്പോഴും അപ്പച്ചനും അമ്മച്ചും ഒക്കെ അത് ചെയ്യും ഇത് ചെയ്യണ്ട അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് ഞാൻ ഗൾഫിൽ പോവുകയും അവിടെ ചെന്ന് ഈ പ്രതിസന്ധികളിലൂടെ പോയി കഴിഞ്ഞ സമയത്ത് പല സ്ഥലത്തും സ്ട്രോങ് ഡിസിഷൻ എടുക്കാനും ആ ഡിസിഷന്റെ കോൺസിക്വൻസസ് ഏറ്റുവാങ്ങാനും അതിന് പോസിറ്റീവ് ആക്കാനൊക്കെ ഉള്ള ഒരു വലിയ മൈൻഡ് സെറ്റിലേക്ക് എന്നെ വളർത്തിയത് ഈ പറഞ്ഞ ഇദ്ദേഹമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് വളർന്നു. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ ചോദിച്ചു പോയിട്ടില്ല. എനിക്ക് തന്ന പൈസ പോലും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം സോ ഐ ഹാവ് ലേൺഡ് എ ലോട്ട് ഓഫ് ലെസൺസ്. അപ്പൊ നമ്മുടെ ഓരോ പരാജയത്തിനും നമുക്ക് ഒരുപാട് ലെസൺസ് നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ആ പൈസ പോയി, നമ്മൾ വീണ്ടും അതിനെ നോക്കി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണ് ഓക്കെ നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ പോയി, അപ്പൊ നമുക്ക് എന്താണ് ഇനി ഒരാളുടെ അടുത്തും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത് എന്നുള്ള ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഒരു ബിസിനസ് നടത്തി നമ്മളിപ്പോ പൊളിഞ്ഞു, നമ്മളിപ്പോ ചിലപ്പോൾ ഒരു 1 lakh ബിസിനസ് നടത്തിയാണ് പൊളിഞ്ഞത്. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഫൈൻ, ദിസ് ഈസ് എ ലെസൺ ഫോർ. നമ്മളിപ്പോ ഇത് ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ 1 കോടിയുടെ ബിസിനസ്സിനാ പോയെങ്കിൽ ചിലപ്പോൾ 1 കോടി പൊട്ടിപ്പോയേനെ. അപ്പൊ അങ്ങനെ ഓരോ ചെറിയ പരാജയങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലെൻസിനെ, നമ്മുടെ കണ്ണടയെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഈസിയാവും. അപ്പം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വേറെ ഒരു ഓർമ്മ വരുന്നത്, ഇപ്പം 27 വർഷം ജയിലിൽ കിടന്ന നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന് എന്തോരം ബിറ്റർ ആവായിരുന്നു. കാര്യം ഒരു ഫ്രീഡം ഇല്ല. നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിലാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. അതും 1-2 വർഷമുള്ള 27 വർഷം ഭാര്യയില്ല, മക്കളില്ല, വേറെ ഒരു സുഖങ്ങളും ഇല്ലാതെ കിടന്ന ഒരു മനുഷ്യൻ അവിടെ കിടന്ന് എന്താ പറയാ പുള്ളിനെ തന്നെ റിഫൈൻ ചെയ്ത് പുറത്തു വന്നപ്പോ
ലോകം കണ്ട ഏറ്റവും നല്ലൊരു ഒരു ഒരു പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അദ്ദേഹത്തിന്റെ ബിറ്റർ എക്സ്പീരിയൻസ് അദ്ദേഹത്തെ ബിറ്റർ ആക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ ബെറ്റർ ആക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മളെ മലാല യൂസഫ്, അവൾക്ക് വെടികൊണ്ടു, അവൾ അതോടുകൂടി അത് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ കൊണ്ട വെടിയിനെ എങ്ങനെ കുറച്ചും കൂടി സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവൾക്ക് നൊബേൽ സമ്മാനം അടക്കമുള്ള കാര്യങ്ങൾ അവളെ തേടി വരുന്നു. ലോകത്തെ ഏറ്റവും ഒരു ഫേമസ് വനിതയായിട്ട് അവർ മാറാൻ. അപ്പം നമ്മുടെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ലെൻസ് ക്ലിയർ ചെയ്യണം. ആ ലെൻസ്, നമ്മുടെ കണ്ണടകളെ, ആ മങ്ങിയ കണ്ണടകളെ നമ്മളൊന്ന് തുടയ്ക്കണം. ആ കണ്ണടകളിലൊക്കെ മഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റ് കളറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will have a clear vision to see opportunity in every difficult, not a difficult in every opportunity. നമ്മൾ എപ്പോഴും ഒരു ഏത് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയാലും, ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണാനുള്ള ഒരു കണ്ണട അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ ലെൻസ് ക്ലിയർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. സോ ടീം മെമ്പേഴ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. സോ ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് സംസാരിക്കാവോ? ഇന്നത്തെ ഒരു ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലായ കാര്യം, എല്ലാവരും ഓരോ മിനിറ്റ് ഒരു 2 വരി വളരെ കുറഞ്ഞ വാക്കിലൂടെ എല്ലാവരും പറഞ്ഞോട്ടെ. അതെ. സോ ഫസ്റ്റിൽ ആരെങ്കിലും ഒരാളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് തരാമോ? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ പറഞ്ഞ ഓരോ പോയിന്റുകളും വളരെ വാല്യുബിൾ ആണ്. സത്യത്തിൽ എന്താ പറയാ, ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്നുള്ളതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളുടെ ചിന്താഗതികൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമ്മൾ ഏത് ഉയരങ്ങളിലേക്കും എത്തിച്ചേരാൻ പറ്റും. അതേസമയം നമ്മളെ പ്രതിസന്ധികളെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തളരുന്ന സമയത്ത് പോലും അതിൽ നിന്ന് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു ദിവ്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രീത മാം. മാജിക് മോർണിംഗ് ഓൾ. ഓസ്റ്റിൻ സാർ, വളരെ സൂപ്പർ ഒരു ടോപ്പിക് തന്നെ. കണ്ണട കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ വെള്ളത്തിന്റെ ഒരു ടോപ്പിക്കാണ് സാർ എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ ഉപകാരപ്രദമായുള്ള ഒരു ക്ലാസ് തന്നെയാണ്. കാര്യം നമ്മളുടെ ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. അതില് മറ്റുള്ള ആളുകളെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മറ്റുള്ള ആളുകളെ പറ്റി കുറ്റം പറയുകയാണെന്ന്. ഇപ്പൊ സാറാ ഗ്ലാസ്, ഒരു വീട്ടിലത്തെ ഗ്ലാസ് തുടയ്ക്കുക, അപ്പൊ ആ സ്ത്രീയുടെ കണ്ണിനല്ല പ്രശ്നം, ആ ഗ്ലാസ് ആണ്. അപ്പോ വളരെ നല്ലൊരു ടോപ്പിക്, നല്ലൊരു കാര്യം തന്നെ മാം. സാർ, നമുക്ക് ഓരോ ദിവസവും ഇതുപോലുള്ള ക്ലാസ്സുകളാണ് കിട്ടേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. ദെൻ ആയിഷ, നമ്മുടെ ന്യൂ ജോയിനിയാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ആയിഷ മാം കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. പറഞ്ഞോളൂ ആയിഷ, എവിടെയാണ് സ്ഥലം, എന്താന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പറഞ്ഞു. സ്ഥലം പെരിന്തൽമണ്ണ. എന്ത് ചെയ്യണു? വർക്ക് ചെയ്യണ്ട? ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് മണി സർ. മാജിക് മോർണിംഗ് സർ. നല്ലൊരു സെക്ഷൻ തന്നെ. നമ്മള് എങ്ങനെ മറ്റുള്ളവരെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം കണ്ണടേന്റെ അത് തുടച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ കാണും, അല്ലെങ്കിൽ മഞ്ഞ കണ്ണട വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതാണ്ട്. അപ്പം നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മളൊരു ഡിഫറെന്റ് ആംഗിൾ കൂടെ കാര്യങ്ങൾ നോക്കി കാണുക എന്നുള്ളതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി തന്നെ
എപ്പോഴും നമ്മൾ ഈ പ്രതിസന്ധികളെല്ലാം വരുന്ന സമയത്ത് അത് എന്തുകൊണ്ട് എനിക്ക് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ വാട്ട് കാൻ ഐ ഡു എന്നുള്ള അതിലേക്ക് എത്താന്നുള്ള. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്രതിസന്ധികൾ വരുമ്പോൾ അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. അത് പിന്നെ ഫെയിലിയേഴ്സിന് പാഠം ഉൾക്കൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ള രീതിയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇന്ന് പറഞ്ഞത് മിക്കവാറും നല്ല ഉദാഹരണങ്ങളാണ്. റൗളിങ്ങിന്റെ കാര്യമായാലും ശരി, സുക്കൻബർഗ് ആയാലും ശരി, നമ്മളെ നെൽസൺ മണ്ടേലക്കാര്, പല ആൾക്കാർക്കും സാറ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരെല്ലാം പ്രതിസന്ധികളെ എങ്ങനെ ഉപകാരപ്പെടുത്തി എന്നുള്ളതാണ്. വാട്സപ്പിൻ്റെതായാലും ശരിയല്ല, സാറിന്റെ ജീവിതത്തിലെ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് വേറൊരു ഡിഫറെന്റ് ആംഗിൾ കൂടെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ധൈര്യം കൈവിടാതെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി അതിലുണ്ട് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി അതിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ടാണ് ഒരുപാട് എക്സാമ്പിൾ കൂടെ സാറ് പറഞ്ഞു തന്നത്. അതായത് നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ ബഷീർ സർ, എല്ലാവരും ഒരു 2 വേർഡ്സ് നിങ്ങൾക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടിയിട്ട് 2 വേർഡ്സ് അല്ലെങ്കിൽ 1 വേർഡിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ബീന മാം. ഹലോ സാർ, ഞാനും എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. ഇനി മുതൽ അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ബീന മാം. ബൈജു സർ. പുതിയ ആൾക്കാരുണ്ടല്ലോ മോളെ, ഒരു ഫൗസീസ് ഫോണാ അതുപോലെ ഹാഫ്നീസ് അവരൊക്കെ വിളിച്ചു. ഹലോ, പറഞ്ഞോളൂ മാം. പറഞ്ഞോളൂ മാം. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാർ പറഞ്ഞ സ്റ്റോറിയും നന്നായിരുന്നു. നമ്മളെ തന്നെ നമ്മുടെ കണ്ണിനെ തന്നെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾ പറഞ്ഞോളൂ. അഫ്നിസ പുതിയ ലീഡറാണ്, പറഞ്ഞോളൂ. ഹലോ അഫ്നിസ് മാം. സാർ, ഓക്കെ. ഇവിടെ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നേ. എന്നാലും കേട്ടില്ല ഞാൻ പറയാം. എന്താ പറയാ, നമ്മളെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ ചിന്താഗതികളെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തെയും മറികടക്കാന്ന് ഉള്ള ഒരു ഇതാണ് എനിക്കിതൊന്ന് മനസ്സിലായത്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ജെസ്സി ഒക്കെ പറഞ്ഞ ജെസ്സി ഇല്ല ജിസ്ന മാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. സാർ, ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. എന്നത്തെയും പോലെ തന്നെ സാറിന്റെ എല്ലാ ക്ലാസ്സും അങ്ങനെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാനിതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നൊരു സമയം, അതായത് ഇപ്പോഴും അതുപോലെ തന്നെയാണ്, എന്നാലും ഒരു 3 years ബാക്ക് അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഫൈനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ആള് ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി. അങ്ങനെ 2 years മുന്നേ ആള് പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങൾ, എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും ആള് ശ്രദ്ധിക്കണ്ട. കാരണം കുട്ടികളുടെ ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 years ആയിട്ട് ഞാനാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെനിക്ക് ഭയങ്കര നല്ലൊരു അഭിമാനമുണ്ട്. കാര്യം എന്താ വെച്ചാൽ, ആളെ ഞാൻ ബി മാജിക്കിൽ ജോയിൻ ചെയ്ത് തന്നെ ആ ഒരു സമയത്താണ്, 2 yearsലല്ല, കുറച്ചായി. അപ്പോൾ ഈ ഒരു ക്രൈസിസ് സമയത്താണ് ഞാൻ ബി മാജിക്കിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബി മാജിക്കാണ് എന്നെ ഇങ്ങനെയൊരു പിന്നെ ലെവലിലേക്ക് എത്തിച്ചത്. കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഓരോ മന്തും സാലറി കയറുമ്പം മുതൽ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ഒക്കെ എഴുതി വെച്ച് എല്ലാം നല്ല സെറ്റായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു പ്ലാനിങ് നടത്താൻ പറ്റിയത് ബി മാജിക്കിലൂടെയാണ്. അപ്പോൾ ഇപ്പോൾ
ഞാൻ അത് എന്താ പറയാ, ബീന മാം പറഞ്ഞ പോലെ എനിക്ക് എന്തുകൊണ്ട് വന്നു ഇത് എന്നല്ല ഞാൻ ചിന്തിക്കാറ്. അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വന്നല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദെൻ ഒരാളും കൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? നമുക്ക് ടൈം ആയിട്ടുണ്ട്. ദെൻ പെട്ടെന്ന് ഒരാളും കൂടെ ഒന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. മാജിക് മോർണിംഗ് താങ്ക് യു സോ സർ, ക്ലാസ് സൂപ്പർ ആയിരുന്നു. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സാറിന്റെ ക്ലാസ് എപ്പോഴും സൂപ്പർ. എനിക്ക് എപ്പോഴും സാറിന്റെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഒരു 9 വർഷം മുമ്പ് അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അതുവരെ കിച്ചണിൽ കയറോ ഫുഡ് കഴിക്കാനല്ലാതെ ഞാൻ കിച്ചണിന്റെ ഭാഗത്തേക്കൊന്നും പോകാത്ത ഒരാളായിരുന്നു. പെട്ടെന്ന് അമ്മ മരിച്ച സമയത്ത് പെട്ടെന്ന് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യണം? കാരണം കിച്ചണിൽ ഒരു വർക്ക് ഒന്നും അറിയില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറേ ദിവസം വീട്ടിൽ ആളുകളുണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളുണ്ട്. പക്ഷെ എല്ലാരും പോയി പതിയെ പതിയെ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാരും പോയി അവസാനം ഞാനും അച്ഛനും മാത്രമായി വീട്ടില്. പിന്നീട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. അച്ഛൻ ആ സമയത്ത് തന്നെ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പുപോയി. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അച്ഛനെ നോക്കണം, ഞാൻ BEd ചെയ്യുന്ന സമയം ക്ലാസ് പോകണം, ഒക്കെ കൂടായിട്ട് ഞാൻ ആകെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഫസ്റ്റ് തന്നെ ഉണ്ടായത്. കാരണം എനിക്കൊന്നും അറിയില്ല ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനെ പറ്റി ഒരു വിവരമില്ല. ഫുഡ് ഉണ്ടാക്കണം, അച്ഛനെ നോക്കണം, എല്ലാം ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫാമിലിന്റെ മൊത്തം തലയിൽ വരികയാണ്. അപ്പൊ ചേച്ചിയുണ്ട്, പക്ഷെ ചേച്ചിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. 2 മക്കളുണ്ട്, അവരെ നോക്കണം. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് എനിക്കൊരു ടീച്ചറുണ്ട്, കാർത്തിയാനി ടീച്ചറാണ്. എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നോട് ആദ്യം ദേഷ്യം മാറ്റണം. നമ്മളിപ്പോ ഒരു മരക്കഷ്ണം എടുത്തിട്ട് കുറച്ച് ആണി എടുത്ത് നീ അതിലൊന്ന് ആണി കയറ്റി നോക്കുക. എന്നിട്ട് ആണി ഒന്ന് നീ വലിച്ചിട്ട് നോക്കി നോക്ക്. അപ്പൊ അതിൽ കുറെ ഹോൾസ് വരും. ഈ ആണി തറച്ച ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് നിനക്ക് മാറ്റാൻ പറ്റുമോ? അതേപോലെ തന്നെ നമ്മള് ആളുകളായിട്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചൂടാവുക, എല്ലാരോടും ചൂടാവുക. കാരണം ഞാൻ ഇമോഷൻസ് ആണ് കാണിക്കുക. എനിക്കൊന്നും അറിയില്ല, പക്ഷെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാനും ടീച്ചറൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണ്, ഞാൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് പകരം എന്താ ചെയ്യണ്ടേന്ന് സൊല്യൂഷൻ ആയിരുന്നല്ലോ കാണേണ്ടത്. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ഇപ്പൊ ആദ്യം ഞാൻ ആലോചിച്ച് കുക്കിംഗ് പഠിച്ചെടുക്കണം. അതാണ് നമുക്ക് ആദ്യമായിട്ട് മെയിനായിട്ട് വേണ്ടത്. കാരണം അച്ഛനും ഫുഡ് കൊടുക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ടീച്ചർ എന്നോട് എന്തിനാ ടെൻഷൻ അടിക്കുക, നമുക്കിപ്പോ ഫോണുണ്ട്, യൂട്യൂബ് ഉണ്ട്. അപ്പം വീണാസ് കറി വേൾഡ് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ, ആ ചാനൽ നോക്കി ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഒരു ധൈര്യം വന്നത് ആദ്യം ഞാൻ ഫുഡ് ഉണ്ടാക്കിയപ്പോ തന്നെ ഞാൻ വലിയൊരാളായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതുവരെ ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നു, സാമ്പാർ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാത്ത ഒരു ഫുഡും ഇല്ല, എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കും. നല്ല മികച്ചൊരു കുക്കാണ് ഇപ്പൊ ഞാൻ. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അത് നോക്കിക്കാണുന്നു എന്നതാണ്, അതിലൂടെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സാറിന്റെ തന്നെ കുറെ അനുഭവങ്ങളും കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ അതിന്റെ സൊല്യൂഷൻ, പ്രശ്നം എന്തായാലും വരും, ഇല്ലാതിരിക്കില്ല. പക്ഷെ അപ്പൊ നെഗടിക്കാതെ അതിന്റെ സൊല്യൂഷൻ കൂടെ നമ്മൾ ആലോചിച്ച് കണ്ടെത്തി, അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ എപ്പോഴും സക്സസ് ആയിരിക്കും. ഇപ്പോഴും വലിയ എന്താ പറയാ, ചിലപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറിയ ചെറിയ മൂവ്മെന്റ് മതി നമ്മുടെ ലൈഫ് വലിയൊരു സക്സസിലേക്ക് എത്താൻ. അപ്പൊ എല്ലാവരും അതേപോലെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, ഡെയിലി ഡേ ടു ഡേ പ്രോബ്ലംസ് വരും. അപ്പൊ അത് നമ്മൾ എങ്ങനെ ആദ്യം ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്താന്ന് കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. താങ്ക് യു ഓസ്റ്റിൻ സാർ, താങ്ക് യു ഓൾ. ഇറ്റ് വാസ് എ റൈറ്റ് എക്സാമ്പിൾ. ഞാൻ നേരത്തെ ചോദിച്ച ഒരു എക്സാമ്പിൾ ആണ് കറക്റ്റ് നജുല പറഞ്ഞത്. താങ്ക് യു നജുല, താങ്ക് യു സോ മച്ച്. ഓക്കെ നജ്ല മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സോ നമുക്ക് ടൈം ആയിട്ടുണ്ട്. ഇപ്പോ ആശിഷ് സാറിന്റെ അരമണിക്കൂറത്തെ ക്ലാസ്സിനെക്കാട്ടി ഇൻസ്പയറിംഗ് ആയിരുന്നു ഇപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഒരു 3 മിനിറ്റത്തെ സംസാരം തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. സോ നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്സും കാര്യങ്ങളും ഗ്രൂപ്പ് ത്രൂ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വോയിസ് ആയിട്ട് നോട്ട്സ് ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ആൾ. സോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു ഓൾ. Thank you, sir. Thank you so much. Thank you, Austin sir.
Thank you all. Thank you all. Thank you, Thank sir. you, Thank you all. Hostin sir. Thanks, sir. Thank you all.